ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും സ്ലഗ് ആൻഡ് ബ്ലീഡ്. ഇതെന്താണ് സാധനം? അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡോക്യുമെൻ്റ് പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞ് കട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഇടയ്ക്ക് സൈഡിൽ വൈറ്റ് ഇങ്ങനെ ഇങ്ങനെ ചരിഞ്ഞൊക്കെ കട്ടായി വന്നിട്ടുണ്ടാവും. ഒരു പ്രോപ്പറായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം ഇത് ഒഴിവാക്കാനായിട്ട് നമ്മൾ പ്രിൻ്റ് ഏരിയ കൂടാതെ ചില ഏരിയയും കൂടി നമ്മൾ അഡീഷണൽ ചേർക്കുകയോ ഉൾപ്പെടുത്തുകയോ ചെയ്യും. ഇതാണ് സ്ലഗ് ആൻഡ് ബ്ലീഡ്. കട്ടിങ് കുറച്ചും കൂടി ക്ലിയർ ആക്കാൻ വേണ്ടി നമ്മൾ ബ്ലീഡ് എന്ന് പറഞ്ഞ ഒരു ഏരിയ ഡോക്യുമെൻറ്റിന് ചുറ്റും ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഡോക്യുമെൻറ്റിൻ്റെ സെയിം കളറ് ബ്ലീഡിൽ ഉൾപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഓഫ്സെറ്റുകളിൽ ബ്ലീഡ് കൂടാതെ സ്ലഗ് എന്ന് പറഞ്ഞ ഒരു ഏരിയയും കൂടി അഡീഷണൽ ചേർക്കുന്നു. സ്ലഗ് യൂസ് ചെയ്യുന്ന പ്രിൻറ്റിങ് ഇൻഫർമേഷൻ, അതായത് പ്രിൻറ്റ് ചെയ്യുന്ന പ്ലേറ്റ് റെഡിയാക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന കുറച്ച് ഇൻഫർമേഷനാണ്, ഈ ഡോക്യുമെൻറ്റിനെ പറ്റി കൊടുക്കുന്ന ഇൻഫർമേഷൻസാണ് സ്ലഗ് ഏരിയയിൽ ചേർക്കുന്നത്. കാര്യങ്ങളൊക്കെ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഇൻഡിസൈനിൽ എങ്ങനെ നമുക്ക് ബ്ലീഡ് ആൻഡ് സ്ലഗ് സെറ്റ് ചെയ്യുക, എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്ത് ഇതിലേക്ക് ഫയലിനെ ഇമ്പോർട്ട് ചെയ്യുകയാണ്. കറക്റ്റ് സെൻറ്ററാക്കി വെച്ചു. അതിനുശേഷം ഞാൻ ഡോക്യുമെൻ്റ് സെറ്റപ്പിൽ പോയിട്ട് ബ്ലീഡ് നോർമലി നമ്മൾ മാക്സിമം 3 mm ആണ് നമ്മൾ ബ്ലീഡ് ഏരിയ ആയിട്ട് കൊടുക്കുന്നത്. ബ്ലീഡ് എന്ന് പറയുന്നത് കട്ടിങ് സുഖമാക്കാൻ വേണ്ടി, വൃത്തിക്ക് കട്ടിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പേജിനേക്കാൾ എക്സസ് ചെയ്ത് അല്ലെങ്കിൽ ബ്ലീഡ് ചെയ്ത് കിടക്കുന്ന ഒരു സ്പേസിനെയാണ് ബ്ലീഡ് എന്ന് പറയുന്നത്. അതിൽ 3 mm ആണ് നമ്മൾ നോർമലി ചുറ്റും കൊടുക്കുന്നത്. ടോപ്പ് ബോട്ടം ഇൻസൈഡ് ഔട്ട്സൈഡ് 3 mm കൊടുത്തതിന് ശേഷം ഓക്കെ അടിച്ചതിന് ശേഷം നമ്മൾ പ്രിവ്യൂ മാറ്റുമ്പോൾ വ്യൂവിൽ സ്ക്രീൻ മോഡ് ഇപ്പോൾ പ്രിവ്യൂവിലാണ് കിടക്കുന്നത്. നോർമലിലോട്ട് പോകുമ്പം നമുക്ക് ബ്ലീഡ് ഏരിയ കാണാൻ പറ്റും. ഈ വ്യൂവിൽ തന്നെ സ്ക്രീൻ മോഡിൽ ബ്ലീഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ബ്ലീഡിൽ പോയി കഴിഞ്ഞാൽ പ്രിൻ്റ് ഏരിയ കൂടാതെ നമ്മളിപ്പോൾ ആഡ് ചെയ്ത ബ്ലീഡും കൂടി നമുക്കിപ്പോൾ കാണാൻ പറ്റും. ബ്ലീഡ് നമ്മൾ കൊടുത്തു. നമുക്ക് ഇതിൻ്റെ കൂടെ എക്സസ് ആയിട്ട് ഒരു കളറും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമ്മൾ ഒരു സ്പേസ് വരച്ചതിന് ശേഷം അതിലേക്ക് ബ്ലാക്ക് കളർ ആഡ് ചെയ്തു. എന്നിട്ട് അത് പേജിന് അടിയിലോട്ട് പോയി. ഇപ്പോൾ കട്ട് ചെയ്യുമ്പം നമുക്ക് ആ വൈറ്റ് സ്പേസ്, നമ്മൾ ആദ്യം കണ്ട വൈറ്റ് സ്പേസ്, നമ്മൾ ആദ്യം ഇവിടെ കണ്ട ഈ വൈറ്റ് സ്പേസ് ഇല്ലാതെ, ഇപ്പം കട്ടിങ് ഇത്തിരി ഒന്ന് ചരിഞ്ഞു പോയാലും ഇപ്പം നമ്മൾ ഈ വൈറ്റ് സ്പേസിന് പകരം ബ്ലാക്ക് കൊടുത്തുകൊണ്ട് ഡോക്യുമെൻറ്റിൻ്റെ അതേ കളറ് സൈഡിൽ കൊടുത്തുകൊണ്ട് ഈ വൈറ്റ് കാണാതെ നമുക്ക് കിട്ടും. ഓക്കെ ഇനി നമ്മൾ സ്ലഗ് ചേർക്കുക. സ്ലഗ് എന്ന് പറഞ്ഞാൽ പ്രിൻറ്റിങ് ഇൻഫർമേഷനാണ് ആഡ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഡോക്യുമെൻറ്റ് സെറ്റപ്പിൽ പോയതിന് ശേഷം സ്ലഗിൽ നോർമലി സ്ലഗ് എന്ന് പറയുന്നത് പേജിൻ്റെ സൈസിൽ നിന്ന് പ്ലസ് ചെയ്തിട്ടാണ് വരുന്നത്. ഇപ്പം നമ്മൾ സ്ലഗും 3 mm എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ സ്ലഗും ബ്ലീഡും സെയിം സൈസിലാണ്. പക്ഷേ ബ്ലീഡിനേക്കാൾ കുറച്ചും കൂടി കൂടിയ അളവ് വേണം നമ്മൾ കൊടുക്കാൻ. നമുക്ക് നോക്കാം. 3 mm ഒരു 5 mm കൂടി കൂടി നിൽക്കണം, അല്ലെങ്കിൽ ഒരു 10 mm കൂടി നിൽക്കണമെന്ന് വെച്ചു. നോർമലി 5 mm 8 mm ഇതാണ് സ്ലഗ് ഏരിയ വരുന്നത്. അപ്പം 8 mm കൂടി നിൽക്കണമെങ്കിൽ നമ്മളൊരു 10 mm ടോട്ടലി കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷം ബ്ലീഡ് സ്ലഗ് നമുക്ക് പല സൈസുകൾ കൊടുക്കാം. താഴെ മുകളിലൊക്കെ ആയിട്ട് പല സൈസ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാൻ കഴിയും. ഓക്കെ കൊടുത്തതിന് ശേഷം വ്യൂവിൽ പോയി സ്ക്രീൻ മോഡിൽ പോയിട്ട് സ്ലഗ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ലഗ് ഏരിയ കാണാൻ പറ്റും. ഇപ്പം നോർമൽ സ്ക്രീൻ മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ലഗും ബ്ലീഡെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു ഡോക്യുമെൻറ്റിന് മാർജിൻ ഉണ്ടെന്നുള്ളത് കാര്യം അറിയാം. മാർജിൻ കഴിഞ്ഞിട്ട് ഡോക്യുമെൻറ്റിൻ്റെ സൈസും കഴിഞ്ഞിട്ടുള്ള സ്പേസാണ് ബ്ലീഡും കഴിഞ്ഞിട്ടുള്ള സ്പേസാണ് സ്ലഗ്. സ്ലഗിൽ പ്രിൻറ്റിങ് ഇൻഫർമേഷൻസാണ് നമ്മൾ നോർമലി കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് പ്രിൻറ്റിങ് ഇൻഫർമേഷൻസ് ഒന്ന് കൊടുക്കുക. പ്രിൻറ്റിങ് ഇൻഫർമേഷൻസ് കൊടുത്തതിന് ശേഷം ഞാൻ ഈ സ്ലഗ് ഏരിയയിൽ ഇതൊന്ന് ആഡ് ചെയ്തു. ഇനി നമുക്ക് എങ്ങനെ സക്സസ്ഫുള്ളി എക്സ്പോർട്ട് ചെയ്യാം. നമ്മൾ ഇത്രയൊക്കെ ചെയ്തു. ഇനി എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം?
ഇതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഫയൽ എക്സ്പോർട്ടിൽ ഞാൻ ഓൾറെഡി ഒരു ഫയൽ സ്ലഗ് ആൻഡ് ബ്ലീഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ റീപ്ലേസ് ചെയ്യുക. റീപ്ലേസ് ചെയ്തതിന് ശേഷം ഹൈ ക്വാളിറ്റി പ്രിൻ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം മാർക്സ് ആൻഡ് ബ്ലീഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഈ കമ്പാറ്റിബിലിറ്റി നമ്മൾ ഹയർ വേർഷൻ നോർമലി എല്ലാ പ്രസ്സിലും 5 ഉണ്ട്, 5 മുതൽ എല്ലാ പ്രസ്സിലും ഉണ്ട്. പക്ഷേ നമ്മൾ അക്രോബാറ്റ് കമ്പാറ്റിബിലിറ്റി ഇത്തിരി കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ച് കുറച്ചും കൂടി ഔട്ട്പുട്ട് കിട്ടും നമുക്ക്. നോർമൽ നമ്മൾ 6 എങ്കിലും ഇടണം. അതിനുശേഷം നമുക്ക് മാർക്സ് എന്നുള്ളത് ഓൺ ചെയ്യുക. നമുക്ക് ക്രോപ്പ് മാർക്സ് ആഡ് ചെയ്യാം, ബ്ലീഡ് മാർക്സ് ആഡ് ചെയ്യാം, രജിസ്ട്രേഷൻസ്, കളർ ബാർസ്, ഈ പേജ് ഇൻഫർമേഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളിവിടെ മാർക്ക് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ബ്ലീഡ് ആൻഡ് സ്ലഗ് യൂസ് ഡോക്യുമെൻ്റ് ബ്ലീഡ് സെറ്റിങ്സ്, അതായത് നമ്മൾ ഡോക്യുമെൻറ്റിൽ ഉപയോഗിച്ച ബ്ലീഡ് സെറ്റിങ്സ് ഇവിടെ യൂസ് ചെയ്യാനാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പം നമ്മൾ കൊടുത്തത് 3 mm ആണ് നമ്മൾ ഓൾറെഡി കൊടുത്തത്, അതിവിടെ വന്നു. അത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ നമുക്കിഷ്ടമുള്ളത് ഈ ഡോക്യുമെൻറ്റിൽ യൂസ് ചെയ്യാത്തൊരു ബ്ലീഡ് സൈസ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ മാനുവലി എൻ്റർ ചെയ്യാം. അതിന് പകരം ഞാൻ യൂസ് ഡോക്യുമെൻറ്റ് ബ്ലീഡ് സെറ്റിങ്സ് കൊടുക്കുന്നു. ഇൻക്ലൂഡ് സ്ലഗ് ഏരിയ. നമ്മളിപ്പോൾ ഈ ഡിഫാൾട്ടായിട്ട് ഈ മാർക്ക് വരുന്നത് ഒരു നിശ്ചിത പോർഷനിലായിരിക്കും. അതുകൂടാതെ നമ്മളിപ്പം ഒരു 20 mm സ്ലഗ് ഏരിയ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഈ ഇൻക്ലൂഡ് ടിക്ക് ചെയ്താൽ മതി. അതിനുശേഷം എക്സ്പോർട്ട് ഞാൻ കൊടുക്കുകയാണ്. എക്സ്പോർട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഔട്ട്പുട്ട് ഒന്ന് കാണാം. ഓക്കെ, ഔട്ട്പുട്ട് ഞങ്ങൾ നോക്കാം. ഔട്ട്പുട്ടിൽ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ കഴിയും. ഇത് രജിസ്ട്രേഷൻ മാർക്സ് ആണ് ഈ കാണുന്നത്. ഇത് ബ്ലീഡിൻ്റെ ഔട്ടർ കട്ടിംഗ് ആണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. ഇത് പേജിൻ്റെ കട്ടിംഗ് ആണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, നമ്മളൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ പോർഷൻസ് നമ്മളുടെ ആക്ച്വൽ പേജിനെ കട്ട് ചെയ്യാനാണ് ഇൻഫർമേഷൻ കൊടുക്കുന്നത്. കണ്ടോ, ആക്ച്വൽ പേജ് ഇവിടെയാണ് വരുന്നത്. ഈ ക്രോപ്പ് മാർക്സ് നമ്മുടെ ബ്ലീഡ് ഏരിയ കട്ട് ചെയ്യാനാണ് പറയുന്നത്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം, എങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും, എങ്ങനെ ഇത് ഒരു സിംഗിൾ ഡോക്യുമെൻ്റ് എങ്ങനെ സെറ്റ് ചെയ്യാം, ഇതാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്കതിനായിട്ട് നമ്മളുടെ പേജിൻ്റെ സൈസ് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഡെമ്മി സൈസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ഡോക്യുമെൻ്റ് ഒരു 4 എണ്ണം കയറും. നമ്മൾ എവിടെയാണോ പ്രിൻ്റ് എടുക്കാൻ പോകുന്നത് അവിടുത്തെ പേജ് സൈസ്, അവിടുത്തെ പ്രിൻറ്റിംഗ് ക്വാളിറ്റി എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം സെയിം പേജ് സൈസ് നമ്മൾ ഇൻഡിസൈനിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ആ പേജ് സൈസിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേണ്ട പ്രിൻ്റ് ഏരിയ, ഞാനിപ്പം ഈ പേജ് സൈസിൻ്റെ ടോട്ടൽ പോർഷൻ പ്രിൻ്റ് ഏരിയ ആയിട്ട് എടുക്കുകയാണ്. ആ പ്രിൻ്റ് ഏരിയയ്ക്ക് ഇക്വലൻ്റ് ആയിട്ട് ഒരു ബോക്സ് വരയ്ക്കുക. ബോക്സ് വരച്ചതിന് ശേഷം വിൻഡോ, യൂട്ടിലിറ്റി, സ്ക്രിപ്റ്റ്സിൽ മേക്ക് ഗ്രിഡ് എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് അതിൽ കിടപ്പുണ്ടാവും. അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് റോ ഗട്ടറും കോളം ഗട്ടറും ഒക്കെ 0 ആക്കി വെക്കുക. നമുക്ക് ഗട്ടർ വേണ്ട, അതായത് 2 റോസിൻ്റെ ഇടയിൽ സ്പേസ് വേണമെന്നാണ് ചോദിക്കുന്നത്. നമ്മളതെല്ലാം 0 വെച്ച് കൊടുക്കുന്നു. അതിന് ശേഷം റോസ് ആൻഡ് കോളംസ് 2 ആണ്. അപ്പം 4 സെൽസ് നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പം നമുക്ക് 4 ഡിഫറെൻറ്റ് സെൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ എക്സ്പോർട്ട് ചെയ്ത PDF നമുക്ക് ഇതിലോട്ട് പ്ലേസ് ചെയ്യാം. ഓരോന്ന് സെലക്ട് ചെയ്തതിന് ശേഷം Ctrl D അടിക്കുക, പ്ലേസ് ചെയ്യുക. അപ്പം ഇവിടെ നമ്മൾ നേരത്തെ എക്സ്പോർട്ട് ചെയ്ത രജിസ്ട്രേഷൻ മാർക്കുള്ള എക്സ്പോർട്ട് ചെയ്ത പോർഷൻസാണ് ഇവിടെ കിട്ടുന്നത്. ഇതിനെ നമ്മൾ വീണ്ടും എക്സ്പോർട്ട് ചെയ്യുക, അതായത് ഒരു പ്രസ്സിലോട്ട് അടിച്ചു കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രസ്സിലോട്ട് അയച്ചു കൊടുക്കാൻ വേണ്ടി. ഞാനിപ്പോൾ ജസ്റ്റ് എക്സ്പോർട്ട് പോർഷൻ എന്നും പറഞ്ഞ് ഹൈ ക്വാളിറ്റി പ്രിൻ്റ്, ഇതിനിപ്പോൾ അഡീഷണൽ ഒരു ക്രോപ്പ് മാർക്കൊന്നും നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ജനറൽ ഹൈ ക്വാളിറ്റി പ്രിൻ്റ് എന്ന് പറഞ്ഞ ടെംപ്ലേറ്റ് തന്നെ ഡയറക്റ്റ് എടുക്കുന്നു. ഞാനൊരു 6 അപ്ഗ്രേഡ് ചെയ്യുന്നു. അതിന് ശേഷം എക്സ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, നമുക്കിപ്പോൾ എക്സ്പോർട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ഡോക്യുമെൻറ്റ് ഇനി ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒന്ന് കട്ട് ചെയ്യാൻ ശ്രമിച്ച് നോക്കാം, എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. നമ്മൾ 2 മാർക്കുണ്ട്, സ്ലഗ് ഏരിയയുടെ ബ്ലീഡ് ഏരിയയുടെ ഔട്ടറും പേജിൻ്റെ ഔട്ടറും. ഇതാണ് പേജിൻ്റെ ഔട്ടർ. ഇപ്പോൾ ഈ കാണുന്ന സെലക്ഷൻ ഇപ്പോൾ വന്നിരിക്കുന്ന പോർഷനാണ്. ബ്ലീഡ് ഏരിയയുടെ ഔട്ടർ ഇപ്പോൾ ഈ കാണുന്നതാണ്.
നമ്മൾ ബ്ലീഡ് ഏരിയയുടെ ഔട്ടർ കട്ട് ചെയ്ത് കളഞ്ഞു. ബ്ലീഡ് ഏരിയയുടെ ഔട്ടർ കട്ട് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ പേജിൻ്റെ ഔട്ടറും കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പം പേജിൻ്റെ ഔട്ടർ കട്ട് ചെയ്യുമ്പോൾ ഇത്തിരി ഒന്ന് കയറിപ്പോയി, പേജിനേക്കാൾ ബ്ലീഡിലേക്ക് ഇത്തിരി ഒന്ന് കയറിപ്പോയി. പക്ഷേ കട്ട് ചെയ്ത് ഔട്ട്പുട്ട് വരുമ്പോഴത്തേക്കും ആ വൈറ്റ് സ്പേസ് കാണത്തില്ല, കാരണം ബ്ലീഡ് ഏരിയയിൽ നമ്മൾ ഓൾറെഡി ഏകദേശം ഇക്വലൻ്റ് ആയിട്ടുള്ള കളർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫയൽ ചെയ്യുമ്പോൾ തന്നെ ബ്ലീഡ് ഏരിയയും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലീഡ് ഏരിയ സെറ്റ് ചെയ്ത ഒരു പേജിലേക്ക് ഈസിലി നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ബ്ലീഡ് സ്ലഗ് ഇതാണ്, ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബ്ലീഡ് പൊതുവേ നോർമലി നമ്മൾ 3 mm ആണ് ബ്ലീഡിന് വേണ്ടി വിടുന്നത്. ഓക്കെ, അപ്പം കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇൻഡിസൈനിൽ മൾട്ടിപ്പിൾ പേജ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബ്ലീഡാണ് നമ്മൾ പൊതുവേ ചെയ്ത് വിടാറ്. സ്ലഗ് ഏരിയ പ്രസ്സുകാരായിരിക്കും നോർമലി ചെയ്യുന്നത്. അവരുടെ പ്രിൻറ്റിങ് ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടി പേജ് സെറ്റ് ചെയ്യുന്നവരായിരിക്കും. പ്രസ്സുകാരല്ല, പേജ് സെറ്റ് ചെയ്യുന്നത്. ഓഫ്സെറ്റ് പ്രസ്സിൽ പേജ് സെറ്റ് ചെയ്തതിന് ശേഷം അത് പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പ്ലേറ്റാണ് ഓഫ്സെറ്റിൽ പിടിപ്പിച്ച് പ്രിൻ്റ് എടുക്കുന്നത്. അപ്പം ആരാണോ പ്ലേറ്റ് സെറ്റ് ചെയ്യുന്നത് അവർ സ്ലഗ് ഏരിയാസ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്ലഗ് ഏരിയ വിട്ട് നമ്മളുടേതായ ഇൻഫർമേഷൻസ്, ഈ രജിസ്ട്രേഷൻ മാർക്സ് ഒന്നും വരാത്ത പോർഷനിൽ നമ്മുടെ കുറച്ച് ഇൻഫർമേഷൻസ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് വിടാം. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് സ്ലഗ് ആൻഡ് ബ്ലീഡ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.